ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി താണ്ട നമ്മുടെ മുന്നിലേക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് ലാസ്റ്റ് മിനിറ്റിലേക്കുള്ള ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോ നമുക്ക് 2018 കോവിഡിന് ശേഷം വന്ന ഒരു RRB ഗ്രൂപ്പ് ഡി ആയിരുന്നു. 2024 നോട്ടിഫിക്കേഷൻ വന്ന് 25-26 ആയിട്ട് കുറച്ച് നീണ്ട കാലയളവിലായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം എപ്പോഴായിരിക്കും നടക്കുന്നത്? അപ്പൊ പലരും ഞാൻ മുൻപ് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് എക്സാം വീണ്ടും പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോ നമുക്ക് വന്നിരിക്കുന്ന റെയിൽവേയുടെ എക്സാമുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പൊ സ്പീഡിൽ ഓരോന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. സോ നമുക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് ഒരുപാട് ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇനി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എക്സാം വളരെ പെട്ടെന്ന് തന്നെ കാണും. അപ്പൊ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ എക്സാം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന വിഭാഗമാണ് റീസണിങ് എന്ന് പറയുന്നത് അല്ലെ. റീസണിങ്, മാത്സ്, അതുപോലെ തന്നെ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഭാഗം തന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സാമുകൾ ഇങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാമുകളൊക്കെ ഒരു മാർച്ച് 9 കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്, അതായത് മാർച്ച് 9 കൂടിയിട്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാമുകളെല്ലാം തന്നെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ആയിട്ടുള്ള എക്സാമുകളൊക്കെ RRB നടത്തുന്ന പാരാമെഡിക്കൽസ് എല്ലാം തന്നെ ഒരു മാർച്ച് 10 ആകുമ്പോഴത്തേക്കും എന്താണ്, മാർച്ച് 10 ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RRBയുടെ തന്നെ NTPC ഗ്രാജുവേറ്റ് ലെവൽ ആയിട്ടുള്ള എക്സാമുകളൊക്കെ 16th മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സാം കമ്പാരിറ്റീവ്ലി എല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പം RRB നടത്തുന്ന എക്സാമുകൾ നോക്കിയാൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് കഴിഞ്ഞു, ഫെബ്രുവരി 16-18 ALPയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ ഫെബ്രുവരി 19, 20, 25 ആയിട്ട് അതിപ്പോ കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഇനി അപ്കമിങ് ആയിട്ട് വരുന്നതാണ് മാർച്ച് 6, 5, 9 തീയതികളിലൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള റെയിൽവേയുടെ എക്സാമുകൾ വരുന്നുണ്ട്. എല്ലാം അപ്ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഒരു ഡിലേ ഇല്ല. ടപ്പേന്ന് എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ പാരാമെഡിക്കലി എക്സാമുകളൊക്കെ ഒരു മാർച്ച് 10 മുതൽ 12 വെക്കുമ്പോഴത്തേക്കും അപ്കമിങ് ആണ്, നെക്സ്റ്റ് മന്തിലാണ് വരുന്നത്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവല് 16 to 27 മാർച്ചിലാണ് വരുന്നത്, അപ്കമിങ് ആണ്. അതുപോലെ NTPC സ്കെഡ്യൂൾഡ് ആണ്, ഏപ്രിൽ മെയിലാണ് നമുക്ക് വരുന്നത്. സ്കെഡ്യൂൾഡ് ആണ് ഓൾറെഡി. നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രാജുവേറ്റ് ലെവലിൽ എന്തുണ്ടാവും, എക്സാം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരു ജൂൺ മാസത്തിൽ തന്നെ, മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NTPC എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NTPC എക്സാമിന്റെ ഫോം ഫില്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്ന എപ്പോഴാണെന്നറിയാവോ, 21 ഒക്ടോബർ മുതൽ നവംബർ മാസം 29 ലാസ്റ്റ് ആയപ്പോഴത്തേക്കായിരുന്നു നമുക്ക് NTPCയുടെ ഫോം ഫില്ലിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടക്കുന്നുണ്ടായിരുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ എക്സാം വരുന്നത് എപ്പോഴാണ്, മാർച്ച് 16 തീയതിയാണ് അല്ലെ. നമുക്കറിയാം NTPCയുടെ മാർച്ച് 16, 27 ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഫോം ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു സ്കെഡ്യൂൾഡ് മന്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3.5 മാസത്തോളം അല്ലെ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ മാർച്ച് നമുക്കൊരു 3.5 മാസത്തോളം, അതായത് നവംബർ കഴിഞ്ഞു, ഫോം ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞൊരു 3-3.5-4 മാസത്തിന്റെ അടുത്താണ് നമുക്ക് എന്ത് വരുന്നത്, ഇപ്പം 3.5 മാസം ഇട്ടാൽ മതി അല്ലെ എക്സാം വരുന്നത്. അപ്പൊ സെയിം ലോജിക്ക് തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൂപ്പ് ഡി ഇപ്പൊ നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെ. അപ്പൊ ഒരു 3 മാസം മാക്സിമം ജൂൺ, ജൂലൈ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, ഈ ഒരു എൻഡോട് കൂടിയിട്ട് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസത്തിന്റെ ഉള്ളില് നമുക്ക് ഇനി RRB ഗ്രൂപ്പ് ഡി ഉടൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ നടക്കാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് 2018 നമുക്കൊരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഇയർലി നമുക്ക് അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് ഏജ് ലിമിറ്റ് ഒക്കെ കൂട്ടിക്കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് 57 മുതൽ 70 വരെയൊക്കെ ആയിരുന്നു. അപ്പൊ ഓരോ സോൺസ് അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 24-25 എക്സാം കഴിഞ്ഞ് നമ്മൾ 70+ ആണ്, 75+ ആണ് പറയുന്നത്.
കാര്യം എന്താണ്? സ്ലൈറ്റർ ആയിട്ടുള്ള ഹയർ കോമ്പറ്റീഷൻ ആയിരുന്നു നമുക്ക് 2024 വന്ന് 25 നടത്തിയ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് അല്ലെ. നല്ല അത്യാവശ്യം നല്ല അതായത് റിപ്പീറ്റേഴ്സ് ഉണ്ടാകുന്നു അല്ലെ. ഇനി നമ്മൾ 2026 വരുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? അവിടെ നമുക്കറിയാം വേക്കൻസീസ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വേക്കൻസീസ് കുറവാണ്. സോ ദ കട്ട് ഓഫ് വിൽ ബി ഹയർ അല്ലെ. നമുക്കൊരു 75 ഇത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്കൊരു 70 to 75 പ്ലസ് കിട്ടിയാലായിരിക്കും ബിക്കോസ് ഓഫ് ദറ്റ് ലോ ഓർ ഫ്യൂവർ വേക്കൻസീസ് ദ കട്ട് ഓഫ് വിൽ ബി ഹയർ ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, ഇനി അതുപോലെ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മന്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അതായത് റീസണിങ്ങിനും മാത്തിനും സയൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതിൽ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, പിന്നെ പ്രീവിയസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇറർ അനാലിസിസ് വേണം. അതായത് ഒരു നോട്ട്ബുക്ക് വേണം. നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് എഴുതി വെച്ച് അത് എക്സാമിന് മുൻപ് ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാമിന് കയറാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള GK-യിൽ നമ്മൾ കറണ്ട് അഫേഴ്സിനും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് എക്സാം വെയിറ്റേജ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഏത് തന്നെയാണ്, GK-യിൽ തന്നെ കറണ്ട് അഫേഴ്സ് ബേസ്ഡ് ആയിട്ടായിരുന്നു വരുന്നത്. അതുപോലെ സ്റ്റാറ്റിക് GK-ക്കും PYQസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 120 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള RRBയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മലയാളത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓരോ 5 ദിവസം കൂടുമ്പോൾ അതിന്റെ കറക്റ്റ് RRB ബേസ് ചെയ്തിട്ടുള്ള എക്സാം പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ചാപ്റ്റർ വൈസ് നമുക്ക് ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, റീസണിങ് മാത്സിന്റെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, സയൻസിന്റെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. അതിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഒരു PSC പഠിക്കുന്ന ഒരു ലാഘവത്തോടെ നമ്മൾ മീൻസ് അത് കുറച്ച് പറഞ്ഞതല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഹയർ ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള NCERT ലൂസ് ആൻഡ് ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പഠനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ പാറ്റേണും അതിന്റെ വ്യത്യാസങ്ങളും അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് 1999 ആണ്. ജോയിൻ ചെയ്യാനായി ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കോൾ ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മെന്റേഴ്സായിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ദെൻ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഡു വെൽ. പഠനം ആരംഭിക്കുക. നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.